ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാതിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാല് നമ്മള് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അഴുക്കുചാലില്ലേ, അഴുക്കുചാലിനേക്കാളും കഷ്ടമായ സ്ഥലത്തിരുന്ന് അവര് ഫുഡ് കഴിക്കുന്നത്. ചെക്കിൽ എഴുതി കൊടുക്കും 40,000 അല്ലെങ്കിൽ 25,000 ചെക്കിൽ എഴുതി കൊടുക്കും. അത് അവര് കയ്യിൽ എടുത്തു കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈന്, ഫുഡിന്റെ ഫൈന്. പക്ഷെ ഇവരുടെ ഈ കൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരാൾക്ക് ജോലി കൊടുത്തിട്ട് അങ്ങനെയാണോ പറയേണ്ടത്? അത് എന്റെ തെറ്റാണ്. അപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് കുറെ വീഡിയോസ് ഒന്നും കേൾപ്പിക്കുന്നില്ല, കുറെ വോയിസ് റെക്കോർഡുകളൊന്നും കേൾപ്പിക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ഒരു ലൈവ് ഇട്ടായിരുന്നു, അതിനകത്ത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോയായിരുന്നു നമ്മുടെ ഈ ഒലിവിയ ഡിസാൻസ്. അങ്ങനെ തന്നെയാ പേരെന്ന് തോന്നുന്നു. കാരണം കേരളത്തിലെ ഇപ്പോൾ ഒരു ആഗോള പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കേൾപ്പിച്ച വോയിസ് ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും ആരുടെയാണെന്ന്. കൺമണി. നിങ്ങൾക്കറിയാം, കൺമണി ഇട്ട ഒരു ചെറിയ വീഡിയോയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഒലിവിയ ഡിസൈൻസിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കൺമണിയാണെന്നല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒലിവിയ ഡിസൈനേഴ്സിനൊക്കെ എടുത്ത് നമ്മളെല്ലാവരും അലക്കി ഉടുക്കുന്നതിന്റെ റീസൺ കൺമണിയാണെന്നാണ് പറഞ്ഞത്. എനിവേ, ഇപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി ഫ്രണ്ടിലോട്ട് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ കുറെ കമന്റ്സ് ചാളയടക്കി വന്നു. അങ്ങനെ പിന്നെ ഓരോരുത്തരെടുത്ത് അതിനെക്കുറിച്ച് കുറേ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ വിമർശനങ്ങൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഒലിവിയ ഡിസൈനേഴ്സിന്റെ ഓണേഴ്സ് വന്ന് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും നല്ല കട്ടയ്ക്ക് കട്ടയാണ്. സത്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി എത്ര വീഡിയോസ് ഈ സെയിം സബ്ജക്റ്റിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലെ ഓരോ വാക്കുകൾ, ഓരോ വീഡിയോയിൽ നിന്ന് വരുന്ന ആ ഒരു വാക്ക് കണ്ടോ, ആ ഒരു വോയിസ് റെക്കോർഡ് കേട്ടോ, അങ്ങനെ ഓരോ വാക്കുകൾ എടുത്ത് കീറി മുറിച്ച് സർജറി ചെയ്ത് അതൊന്നും വെച്ച് നമ്മൾ ആരും വിമർശിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് എന്താണ് തോന്നിയത് ഈ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഞെക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി നമ്മൾ മാക്സിമം ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടണ്ടേ. ഇതെന്താണ് ഇപ്പൊ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം തുടങ്ങി തന്നെ ഇവരുടെ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവരുടെ അഡ്വർടൈസ്മെന്റ് തുടങ്ങി തന്നെ നോട്ട് ജെനുവിൻ എന്ന് പറയാം. കാരണം അഡ്വർടൈസ്മെന്റിൽ അവർ ഓഫർ ചെയ്യുന്ന ഒരു സാലറി ഉണ്ട്, ഭയങ്കര നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു സാലറിയാണ് ഇതുപോലെ ഉള്ളൊരു ജോലിക്ക്, അല്ലെ? അപ്പൊ പെട്ടെന്ന് ആളുകൾ അട്രാക്ട് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. കാരണം ഇവർ പറയുന്നു ഞങ്ങൾ 25,000 അതുക്കും മേലെയൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി ചെല്ലും. അവിടെ തന്നെ അവർ വിജയിച്ചു, നമ്മൾ തോറ്റു. അതായത് ജോലി എക്സ്പെക്ട് ചെയ്ത് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ അവിടെ തന്നെ തോറ്റു. അപ്പൊ വലിയൊരു സാലറി, അതാണ് വലിയൊരു അട്രാക്ഷൻ ആ അഡ്വർടൈസ്മെന്റില്. സത്യത്തില് അതല്ല സീനെങ്കിലും അത് കാണുമ്പോൾ തന്നെ കുറെ ആളുകൾ ആ ഫേമിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. പക്ഷെ ഈ കാര്യത്തില് അവരെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല. ഒരു ജോബിന്റെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴേക്കും വലിയ സാലറി എന്ന് കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഇതെന്ത് ജോലിയാണ്, ഈ ജോലിക്ക് ഇത്ര വലിയൊരു സാലറി കിട്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഓടിപ്പോയി ഈ വക കെണിയിൽ പെടുന്ന ആളുകളെയാണ് നമ്മൾ ആദ്യം ഒരു വടിയെടുത്ത് ഒരടി വെച്ച് കൊടുക്കേണ്ടത്. ഇനി ചെന്നു പെട്ടു, അവിടെ ഒരു 15 days ട്രെയിനിങ് പീരീഡ്, അതാണ് അവരുടെ അടുത്ത ബിസിനസ് ട്രിക്ക്. നിങ്ങൾക്കറിയാം, അവർ പറയുന്നുണ്ട് 15 days ട്രെയിനിങ് പീരീഡിൽ 10 പൈസ കിട്ടില്ല കേട്ടോ. സ്വന്തം കഞ്ഞിക്കും കിടക്കാനുള്ള വകുപ്പ് വരെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആ 15 days നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇറങ്ങി പോകാം. അവിടെ വീണ്ടും അവർ ജയിക്കണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 days മാക്സിമം വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം അവർ വെറുപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുഡില്ല, അക്കോമഡേഷൻ, എല്ലാത്തിനും പൈസ കൊടുക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 25,000 കിട്ടില്ല, 10,000 നിങ്ങൾ ചെയ്യുന്ന ജോലി അനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷനാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പോകുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇങ്ങനെ വിറ്റ് ഇത്രയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരു 10-15 ദിവസം അവിടെ പിടിച്ചു നിൽക്കും. ഒരു 10 പൈസ കൊടുക്കാതെ അവർ പറയുന്ന പണികളൊക്കെ ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുമ്പോ അടുത്ത 60, 100, 250 ആളുകൾ അടുത്ത ഇന്റർവ്യൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 10 പൈസ കൊടുക്കാതെ നാട്ടിലെ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഈസി ആയിട്ട് അവരുടെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? പുതിയ ആളുകൾ വരുമ്പോൾ നിങ്ങൾക്കറിയാം, എവിടെ ഒരു പുതിയ സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടും. അതുപോലെ ഈ 10-15 ദിവസം ഫ്രീ ആയി വർക്ക് ചെയ്ത് കൊടുത്ത എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ 10 ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതൊരു ഭാരമായി തോന്നുമ്പോൾ അവർ
അവരവിടെ നിന്ന് വിട്ടുപോകും. അപ്പോ എന്തുണ്ടായി? അവിടെയും ആരാ ജയിച്ചത്? അവർ തന്നെയാണ് ജയിക്കുന്നത്. നമ്മൾ വീണ്ടും അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ പുതിയ ബാച്ച് അവിടെ ചെല്ലുന്നു. അപ്പൊ അവരുടെ ബിസിനസ് ഒരു മുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? വീണ്ടും കഴുതകളായത് ഈ പോയ പാവം കുട്ടികളല്ലേ. നമ്മളെ കേട്ട പല വോയിസുകളിൽ നിന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറെ കുഞ്ഞു കുഞ്ഞു കംപ്ലൈൻസ് ഉണ്ട്. അതായത് അവിടെ ഫുഡ്, അതായത് ചില സമയങ്ങളിൽ വലിയ വിശാലമായ സദ്യയൊക്കെയാണ് നമ്മുടെ അച്ചുചേച്ചി ഈ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കാറ്. കപ്പയും മീൻകറിയും ചിക്കനും ചോറും സദ്യ, നമ്മളല്ലേ സദ്യ തന്നെയാണ് നമ്മൾ പല ഷോർട്സിലും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഷോർട്സിൽ കാണുന്നത് ഇവരിരുന്ന് ചിരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നു, കൂട്ടമായി ഇരുന്ന് നടുക്ക് നമ്മുടെ അച്ചൊക്കെ ഇരുന്ന് അങ്ങോട്ട് ആഹ്ലാദപൂർവ്വം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ള 100 രൂപ 110 രൂപയൊക്കെ ചേച്ചി പുറകിൽ പിരിച്ചിട്ടാണ് ഈ സദ്യ ഇവർക്ക് വേണ്ടി വിളമ്പുന്നത്. അങ്ങനെ കുറേ അധികം കംപ്ലൈൻസ് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇനിയും ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഇതിലും മോശം അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ഒലിവിയയുടെ ഒരു പ്രോബ്ലം ആണോ? അല്ല, ഒരിക്കലും അല്ല. ഏതൊരു ബിസിനസ് ആണെങ്കിലും അവര് ബിസിനസ് നടത്തുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവർ ഒരിക്കലും ഒരു ചാരിറ്റി പോലെ കേരളത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ കേരളത്തിലെ ജോലി ഇല്ലാതെ നിൽക്കുന്ന യുവാക്കളെ എന്ന് വേണ്ട ആരെ തന്നെയാണെങ്കിലും ഉദ്ധരിക്കാനൊന്നും വേണ്ടിയിട്ടല്ല ഒരു വ്യക്തികളും ഒരു ബിസിനസ് ചെയ്യുന്നത്. അവരെ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പിഴിഞ്ഞ് തങ്ങൾക്ക് ലാഭമുണ്ടാക്കാം ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഈവൻ ഒലിവിയ ഡിസൈനേഴ്സിലെ ഓണർ വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ജോലിയില്ലാതെ അവര് പറയണത് കേട്ടാ തോന്നും എന്തോ ഒരു മഹത്തായ കാര്യം അല്ലെങ്കിൽ ഒരു ചാരിറ്റി വർക്ക് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജോലി കൊടുത്ത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള മാർഗം ഒരിക്കലുമല്ല. അതിനെയൊക്കെ അവരുടെ പല ഷോർട്സ് വീഡിയോസിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് മാത്രമാണ്. കൂടുതൽ കസ്റ്റമേഴ്സിനെ അവരിലേക്ക്, അതായത് ചില കസ്റ്റമേഴ്സ് വിചാരിക്കും ഓ ഇത്രയും കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നത് 400 രൂപയുടെയോ 300 രൂപയുടെയോ അല്ല 99 അങ്ങനെ വേണമല്ലേ 399 രൂപയോ 499 രൂപയോ എന്താണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനൊരു ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ആ കുട്ടികൾക്കൊരു ഉപകാരമായി എന്ന് കരുതി വാങ്ങിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നല്ല ബുദ്ധിമാനായ ഒരു ബിസിനസ് പേഴ്സൺ എന്നേ ഞാൻ പറയത്തുള്ളൂ. വളരെയധികം നമ്മൾ കേട്ട മറ്റൊരു ആരോപണമാണ് മൊബൈൽ ഫോൺ ഈ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് പിന്നീട് അവർ ആ ജോലി ഇട്ടിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോഴൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ചു വെക്കുക. വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശമായിട്ടൊരു കാര്യം. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും കേട്ടിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയ്യോ ഇതിനേക്കാൾ വലിയ തറ പരിപാടി ഇല്ലെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളൊരു ഏത് ബിസിനസ് എടുക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്, ഇതുപോലെയുള്ള പല ട്രിക്കുകളും ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ വളരെയധികം വിജയിച്ച് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ സൂപ്പറായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു നഷ്ടമില്ലാതെ ഇപ്പോഴും സന്തോഷത്തോടു കൂടി വീണ്ടും ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് നമ്മളെയൊക്കെ വെല്ലുവിളിച്ചിട്ട്, കാരണം നമ്മുടെ അച്ചു ഒരു വീഡിയോയിൽ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ബിസിനസ് നിർത്തിവെക്കാൻ പോകാണ്, എനിക്കെതിരെ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ. അതൊക്കെ കേട്ടപ്പോഴാണ് ഒരു വീഡിയോ പോലും ചെയ്യാതിരുന്ന എനിക്കൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. കാരണം അങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ പാടില്ലല്ലോ. തെണ്ടിത്തരം കാണിച്ചതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഒന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടികൾക്കെല്ലാം ഒരു പക്ഷേ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. കാരണം ഇവര് വലിയ ടീംസൊക്കെ ആണെന്നൊക്കെയാണ് പിള്ളേര് പറയുന്നത്. ഇവരെ എന്ത് കംപ്ലൈന്റ് കൊടുത്താലും ഇവർക്കെതിരെ ആരും കേസ് എടുക്കത്തില്ല. ഇനി കേസ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇവർ എങ്ങനെങ്കിലും ഇല്ലാതെയാക്കും. അങ്ങനെ പല കാര്യങ്ങളും ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ തന്നെ ഈ ഇതിന്റെ ഓണറായ വ്യക്തി വന്നുകൊണ്ട് ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്കെതിരെ പ്രവർത്തിച്ച എന്നൊക്കെ പറയുമ്പോൾ വായടച്ചുമുണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇതിനെതിരെ ഒരു വീഡിയോയെങ്കിലും ചെയ്ത് ഈ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ സപ്പോർട്ടെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? എൻഡ് ഓഫ് ദി ഡേ സത്യം മാത്രമേ ജയിക്കുള്ളൂ. നമ്മൾ കുറെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് കുറെ പാവപ്പെട്ട കുട്ടികളെ പറ്റിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ സൗദങ്ങളൊക്കെ കെട്ടിപ്പൊക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം താഴ്ത്തിക്ക് പോരത്തന്നെ ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കാം. ഇതെങ്ങാനും കാണാണെന്നുണ്ടെങ്കിൽ ആരെയും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ജനങ്ങൾ പ്രതികരിക്കും. കുറെ അനീതി ഒരുപാടും കടന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും. അതായിരിക്കും ഇതുപോലെ ഒരു കൺമണിയൊക്കെ മുന്നോട്ട് വന്ന് നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ചേച്ചി എന്തെങ്കിലും ഇനി കൂടുതൽ ന്യായീകരണമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ടാറ്റാ ബൈ.